ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ചില കേസിൽ പെട്ടു. പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടി അതിന്റെ കൃത്യമായ പരിശോധന നടത്തി തീരുമാനം എടുക്കും. അങ്ങനെയാണ് എടിയന്നൂരിലെ സംഭവം. ആ എടിയന്നൂരിലെ സംഭവം പാർട്ടി തള്ളി പറഞ്ഞു. ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ജില്ലാ കമ്മിറ്റിയാണ് പുറത്താക്കുന്നത്. ഞാനന്ന് ജില്ലാ സെക്രട്ടറി പുറത്താക്കി. ആ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ചില പ്രചരണങ്ങൾ നടക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇപ്പൊ ജോറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സംഭവം പാർട്ടി തള്ളിപ്പറഞ്ഞൊരു സംഭവമാണ്. ആ തള്ളിപ്പറഞ്ഞ സംഭവത്തിൽ പാർട്ടി കൃത്യമായിട്ടുള്ള അച്ചടക്ക നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അത് ജനസമക്ഷം പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, അത് കൃത്യമായി പറഞ്ഞതാണ്. പക്ഷെ ഈ കോൺഗ്രസുകാർക്ക് എടിയന്നൂരിൽ മരണപ്പെട്ട ആളെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, RSSന്റെ ആക്രമണങ്ങൾ വിവിധ പ്രസ്ഥാനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നത് CPM-നാണ്. 1-2 കോൺഗ്രസുകാർ മരിച്ചിട്ടുണ്ട്. കൊലപ്പെടുത്തിയത് RSS. എന്താ കോൺഗ്രസുകാരെ എനിക്ക് ഓർമ്മയില്ലാത്തത്? അല്ലേ? ആയിത്രയിലെ ദീർഘദൂര ഓട്ടക്കാരനുണ്ട് സത്യൻ.